എന്റെ പ്രതികരണം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതിന് കൂടുതലായിട്ട് ഞാനിപ്പോ നേരത്തെ തന്നെ പറഞ്ഞു, എന്റെ സമ്മതമില്ലാതെ നിങ്ങൾ ഇങ്ങനെ എയറിലേക്ക് ഇത് വിടണത് ശരിയല്ല. അത് ശരിയല്ല. എനിക്ക് എന്റെ പ്രതികരണം ഞാൻ തന്നു കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് വന്നപ്പോ തൊട്ട് തന്നെ പറയുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് ഇന്നലെ വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നോക്കൂ, ഞാൻ രാവിലെ വന്നപ്പോ തന്നെ നിങ്ങളോട് പറഞ്ഞില്ലേ എനിക്കിനി ഒന്നും പറയാനില്ല. എനിക്ക് ഇനിയിപ്പോ എന്നോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്കൊക്കെ ഒരു ചായ തരാൻ. എന്റേത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി പാർട്ടി തീരുമാനിക്കട്ടെ. ഇത് ഞാൻ തീരുമാനിക്കണ കാര്യമല്ലല്ലോ. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു, അത് പിന്നെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഒരു പ്രശ്നമില്ല. ഇരുത്തേണ്ടതില്ല, സസ്പെൻഷൻ എന്നാൽ രാജി വേണ്ട, MLA സ്ഥാനത്ത് രാജി വെക്കേണ്ട എന്നാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടി ഇപ്പൊ നേതാക്കളൊക്കെ തന്നെ പ്രതികരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും പ്രതികരിക്കാത്തത് കൊണ്ട് ചിലപ്പോ എല്ലാരും പ്രതികരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ പ്രതികരിക്കുന്നില്ല. അല്ലെങ്കിൽ എല്ലാരും പ്രതികരിക്കാത്തതുകൊണ്ട് ഞാൻ പ്രതികരിച്ചതല്ല. ഞാൻ എന്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് ഇന്നലെ. അത് ഞാൻ മറ്റുള്ളവരോട് ആരോടും ഷെയർ ചെയ്തതുമല്ല, ചോദിച്ചതുമല്ല. എനിക്കത് എന്റെ നീതിബോധം മിനിഞ്ഞാന്ന് തന്നെ അദ്ദേഹം ഉറപ്പായിട്ട് രാജിവെക്കുന്നു വിചാരിച്ചു. പത്രസമ്മേളനം നടക്കുമ്പോൾ എന്തായാലും ഒരു ക്ലാരിറ്റി ഉണ്ടാവും എന്തായാലും എന്ന് തോന്നി. പക്ഷെ അത് ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. പിന്നെ നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. ഇപ്പം സത്യത്തിൽ എനിക്കൊന്നും പറയാനില്ല. എനിക്ക് ഇനി ഞാൻ വളരെ സൂക്ഷ്മമായിട്ട് ഞാൻ ഇന്ന് എന്റെ ഒരു പേഴ്സണൽ വിഷയമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു യാത്രയിലേക്ക് പോവാണ്. പീട്ടിയുടെ അനിയനൊക്കെ ഇപ്പൊ വരും. അപ്പൊ അവരുടെ കൂടെ പോകാനിരിക്കുകയാണ്. സൈബർ ആക്രമണം എന്നൊന്നും ഞാൻ പറയില്ല. എനിക്ക് സ്വതന്ത്രമായിട്ട് എന്ത് പറയാനുണ്ടോ അതുപോലെ എല്ലാവർക്കും ആ സ്വാതന്ത്ര്യം, അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. നമ്മൾക്ക് എന്ത് പറയാനുണ്ടോ അത് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അത് നമ്മളൊരു ആക്രമണമാണെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവരുടെ അഭിപ്രായം അവര് പറയുന്നു. എന്തായാലും ആ വ്യക്തിഹത്യോ എന്താ ആവട്ടെ, ഞാൻ അതൊന്നും വായിക്കാനേ പോയിട്ടില്ല. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എന്നും ഉറച്ചു നിൽക്കുന്നു എന്റെ അഭിപ്രായം. PT ഒന്നും അധിക്ഷേപിക്കാനായിട്ട് ആരുമില്ല. അതൊന്നും ഞാൻ വായിച്ചില്ല. വായിച്ചു കഴിയുമ്പോൾ ഞാൻ ആലോചിക്കട്ടെ എന്നിട്ട് പറയാം. ഇപ്പൊ എനിക്ക് സത്യത്തിൽ ഒന്നും പറയാനില്ല. എനിക്ക് ഇന്ന് വേറൊരു വിഷയമാണ്. എന്റെ പേഴ്സണൽ, എന്റെ കുടുംബത്തിലെ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് PTയുടെ അനിയനൊക്കെ വരിക, ഞങ്ങളുടെ കുടുംബ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് പോവുകയാണ്. ഇത് വളരെ പ്ലാൻഡായിട്ട് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്നാ എന്നെ ഒഴിവാക്കിയേക്ക്. നിലവിൽ ഒരു പരാതിയില്ല. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.